നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നും തുടർച്ചയായിട്ട് സമാന ബന്ധങ്ങൾ അല്ലെങ്കിൽ അനലോഗിയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന് ബാക്കിയായിട്ട് നോക്കാം. പോലീസിന് ബന്ധം തൊപ്പിയുമായിട്ട്, അപ്പോൾ രാജാവിന് എന്തുമായിട്ടായിരിക്കും ബന്ധം? സിംഹാസനം. ഇതെല്ലാം രാജാവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഏറ്റവും യോജിച്ചതാണ് പോലീസ്, തൊപ്പി. ആ രീതി നോക്കണം. അപ്പൊ രാജാവിന് ഏതാണ്? സിംഹാസനം, കിരീടം, കൊട്ടാരം, രാജ്യം. ഏതായിരിക്കും? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയല്ലേ? ഏതാ? കിരീടമായിരിക്കും. കാരണം പോലീസ് തൊപ്പി എന്നല്ലേ. പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ നമുക്ക് എന്താ എഴുതായിരുന്നു? രാജാവ് കൊട്ടാരം എന്ന് എഴുതായിരുന്നു അല്ലെ. ഇത് പോലീസ് തൊപ്പി ആവുകൊണ്ട് പോലീസ് അല്ല, ഈ രാജാവ് കിരീടം. അങ്ങനെ വേണം ബന്ധം നോക്കാൻ. അടുത്ത് നോക്കിക്കേ, മഴവില്ല് ആകാശത്ത്. മഴവില്ല് എവിടെയാണ് കാണുന്നത്? ആകാശത്തിലാണ്. അപ്പോൾ മരീചിക എവിടെയായിരിക്കും കാണുന്നത്? സമുദ്രത്തിലാണോ, നദിയിലാണോ, തടാകത്തിലാണോ, മരുഭൂമിയിലാണോ? അറിയാം, ഈ മരീചിക അല്ലോ മരുഭൂമിയിലാണ് അല്ലെ. അടുത്തത്, വിശപ്പിന് നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലെ. വിശപ്പിന് ഭക്ഷണം, ഏത് ഭക്ഷണമെന്ന് പ്രത്യേകം പറയുന്നില്ല. വിശപ്പ് ഭക്ഷണം. ദാഹത്തിനോ? നമുക്ക് ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, പാനീയങ്ങൾ ഏതൊക്കെ കുടിക്കാം. പക്ഷെ ഏതാന്ന് അങ്ങനെ പ്രത്യേകം ഇവിടെ പറയുന്നില്ല. വിശപ്പിന് ഏത് ഭക്ഷണമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ദാഹത്തിന് ഏതാണ്? ചായയാണ്, കാപ്പിയാണ്? അതല്ല ശരി. ഇതെല്ലാം അങ്ങനെ തോന്നുമെങ്കിലും ദാഹത്തിന് കഴിക്കുമ്പോൾ ഏറ്റവും യോജിച്ചതാ വെള്ളം. അത്രയേ ഏറ്റവും യോജിച്ചത്. വിശപ്പിന് ഭക്ഷണം കഴിക്കുമെങ്കിൽ ദാഹത്തിന് വെള്ളം കുടിക്കും. അപ്പൊ നമുക്ക് വേണേൽ ചായ കുടിക്കാം, കാപ്പി കുടിക്കാമല്ലോ. ദാഹത്തിനെന്ന് പറഞ്ഞാലും അത് ഉത്തരം ശരിയാകില്ല. കാരണം ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ഇതുമായിട്ടുള്ള സമാന ബന്ധം നമുക്ക് എഴുതുന്നത്. ഇവിടെ വിശപ്പിന് ഇന്ന ഭക്ഷണം എന്ന് പറയുന്നില്ല. അപ്പോൾ ദാഹത്തിന് ഇന്ന ചായയാണോ കാപ്പിയാണോ എന്ന് പറയേണ്ട, വെള്ളം എന്ന് പറഞ്ഞാൽ മതി. അതാണ് ആ വ്യത്യാസം. എടുത്തു നോക്കിയേ, ഡെൻഡ്രോളജി, മരങ്ങൾ എന്ന് വെച്ചാൽ മരങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെൻഡ്രോളജി. അപ്പോൾ അഗ്രസ്റ്റോളജി എന്തിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? ഇത് നമുക്ക് GK പൊതുവിജ്ഞാനത്തെ അറിയാമെങ്കിൽ ഇത് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇതും പൊതുവിജ്ഞാനം നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. ആംഗ്രസ്റ്റോളജി എന്ന് പറയുന്നത് പാറകളാണോ, പുല്ലുകളാണോ, നക്ഷത്രങ്ങളാണോ, മത്സ്യങ്ങളാണോ? ഏതാ ഉത്തരം? പുല്ലുകളെ കുറിച്ച് പഠിക്കുന്നതാണ് ആംഗ്രസ്റ്റോളജി. മനസ്സിലായല്ലോ? ഇതാണ് ഉത്തരം. ആംഗ്രസ്റ്റോളജി എന്ന് പറഞ്ഞാൽ പുല്ലുകൾ. ആംഗ്രസ്റ്റോളജിയുടെ ഇങ്ങനെ ഒരു ബന്ധം അല്ലെ. ആംഗ്രസ്റ്റോളജി പുല്ലുകൾ. അടുത്തത്, ഓസ്കാർ സിനിമ എന്ന് വെച്ചാൽ എന്താ? സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ ഓസ്കാർ അവാർഡ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഓടക്കുഴൽ അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടാണ് കൊടുക്കുന്നത്? സിനിമയ്ക്കാണോ കൊടുക്കുന്നത്? അല്ല. സാഹിത്യത്തിനാണോ, അതോ സംഗീതത്തിനാണോ, അതോ രാഷ്ട്രീയത്തിനാണോ? നിങ്ങൾക്ക് അറിയാവോ ഉത്തരം? ഏതാണ്? ഓടക്കുഴൽ അവാർഡ് നമുക്ക് അറിയാം സാഹിത്യത്തിനാണ് നൽകുന്നത്. കാരണം ഇവിടെ ഓസ്കാർ സിനിമയ്ക്കല്ലേ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഓടക്കുഴൽ സാഹിത്യത്തിനാണ് നൽകുന്നത്. ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ച് വളരെ കുറേ ഉദാഹരണങ്ങൾ ഇങ്ങനെ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.